കേരളം ഉൾപ്പെടെയുള്ള 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളത്തിൽ ഒറ്റഘട്ടമായിട്ടായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക. വോട്ടെടുപ്പ് ഏപ്രിൽ 9-നും വോട്ടെണ്ണൽ മെയ് 4-നും നടക്കും. കേരളത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം മാർച്ച് 23-ആണ്. അതിനിടെ അതിവേഗം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. 75 മണ്ഡലങ്ങളിലേക്ക് CPIM-ഉം 25 മണ്ഡലങ്ങളിലേക്ക് CPI-യും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഡി ബിനോയ് വിവരങ്ങൾ നൽകുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വളരെ വേഗത്തിൽ നടപ്പിലാക്കാൻ CPM-നും CPI-ക്കും കഴിഞ്ഞു എന്നുള്ളതാണ് ഇടതുമുന്നണിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായി എടുത്തു പറയേണ്ടത്. അവർ നേരത്തെ തന്നെ ആ തീരുമാനത്തിലേക്ക് കടന്നിരുന്നു. കാരണം അവർ പറഞ്ഞിരുന്നത് പ്രധാനപ്പെട്ട ഒരു തീരുമാനം, അതായത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ CPI കൃത്യം 5 മണിക്കും തൊട്ട് പിന്നാലെ CPIM-ഉം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. CPI 25 പേരെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൽ 6 വനിതകൾ ഉൾപ്പെടുന്നു. ഒപ്പം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന 4 മന്ത്രിമാരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അവരുടെ പട്ടിക പൂർണ്ണതോതിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ അവരൊരു കൃത്യത വരുത്തിയിട്ടുണ്ട്. അതായത് 3 പ്രാവശ്യത്തിൽ കൂടുതൽ മത്സരിച്ച് വിജയിച്ച ആളുകളെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പട്ടികയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. പുതുമുഖങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പട്ടിക. അത് മാത്രവുമല്ല, ആലങ്കോട് ലീലാകൃഷ്ണൻ പോലെയുള്ള എഴുത്തുകാരെ കൂടി ഉൾപ്പെടുത്തി, അതായത് പൊതു താല്പര്യമുള്ള ആളുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പട്ടികയ്ക്ക് രൂപം നൽകാൻ CPIക്ക് കഴിഞ്ഞു. CPM ആകട്ടെ ഇതുവരെ അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് മൊത്തം സ്ഥാനാർത്ഥികൾ 86 അതിൽ പഴയ ആളുകൾ, അതായത് കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച 56 പേർ മത്സരരംഗത്തുണ്ടാകും. പാർട്ടി തീരുമാനിക്കപ്പെട്ട 75 പേരും അതുകൂടാതെ സ്വതന്ത്രന്മാരും അടങ്ങുന്ന 81 പേരാണ്. ഇനി 5 പേരുടെ പട്ടിക കൂടി പ്രഖ്യാപിക്കേണ്ടതായിട്ടുണ്ട്. അതോടുകൂടി തന്നെ CPM-ൻ്റെയും ഏകദേശം പൂർണ്ണരൂപമായി പട്ടിക എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച് വിജയിച്ച ആളുകൾ എന്ന് പറയുമ്പോഴേക്കും മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ഒട്ടുമിക്ക ആളുകളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്പീക്കർ AN ഷംസീർ ഉൾപ്പെടെയുള്ള ആളുകളെയാണ് ഒഴിവാക്കിയിട്ടുള്ളത്. അത് 2 ടേമിൽ കൂടുതൽ ആ ഭാഗത്ത് നിന്ന് മത്സരിച്ചു എന്നുള്ള കാര്യം കൂടി പരിഗണിച്ചുകൊണ്ടും പുതിയ ആളുകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരു പട്ടിക രൂപപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് CPIM അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കടന്നിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയും. ഇനി 5 പേരെ കൂടി തീരുമാനിക്കേണ്ടതുണ്ട്. അതിൽ പ്രധാനമായും ഈ പാലക്കാടാണ്. പാലക്കാട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. പാലക്കാട് ആരാണോ മറ്റ് മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ അത് കണ്ടതിന് ശേഷം LDFൻ്റെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും എന്നാണ് അവരുടെ തീരുമാനം. കാരണം അവിടെ BJPക്ക് അല്പം വേരോട്ടമുള്ള അല്ലെങ്കിൽ കൂടുതൽ ആൾബലമുള്ള ഒരു മണ്ഡലം കൂടിയാണ് പാലക്കാട്. അതുകൊണ്ട് തന്നെ പാലക്കാട് വളരെ കൃത്യതയോടുകൂടി തന്നെ CPIM-ൻ്റെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ തന്നെയാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. അങ്ങനെ തുടങ്ങിയുള്ള മറ്റ് മണ്ഡലങ്ങൾ കൂടി അങ്ങനെയാണ് ഈ 5 മണ്ഡലങ്ങൾ മാറ്റി നിർത്തിയിരിക്കുന്നത്. എന്തായാലും വലിയ തരത്തിലേക്കുള്ള ഒരു മത്സരത്തിലേക്ക് CPIM-ഉം CPIയും കടന്നിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം കഴിഞ്ഞ ഉടൻ തന്നെ സ്ഥാനാർത്ഥികളെ എല്ലാം അവർക്ക് കളത്തിലിറക്കി പ്രചാരണം നടത്തുവാൻ കഴിഞ്ഞു എന്നുള്ളത്. കാരണം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ മണ്ഡലങ്ങളിലും മത്സരിക്കുന്ന ഇടതു മുന്നണിയുടെ, പ്രത്യേകിച്ചും CPIM-ൻ്റെയും CPIയുടെയും സ്ഥാനാർത്ഥികളെ എല്ലാം തന്നെ രംഗത്തിറക്കുവാൻ ഇടതു മുന്നണി കഴിഞ്ഞിരിക്കുന്നു. ആ പ്രഖ്യാപനം കഴിഞ്ഞ ഉടൻ തന്നെ അവർ അണികളുടെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ തരത്തിൽ ഒരു പ്രകടനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് അവർ ഓരോ മണ്ഡലങ്ങളിലും ചുറ്റിക്കറങ്ങിയിരിക്കുന്നത്. ഇത് തന്നെ അവരുടെ ഇലക്ഷൻ പ്രചരണത്തിൻ്റെ ആദ്യ ഘട്ടം എന്ന് നമുക്ക് പറയേണ്ടി വരണം. കാരണം വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് തെരഞ്ഞെടുപ്പിനുള്ളത്. ഓരോ മിനിറ്റുകളും വളരെ വിലപ്പെട്ടതാണെന്ന് എല്ലാ മുന്നണികൾക്കും നന്നായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് CPIM-ഉം CPIയും അവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ ഉടൻ തന്നെ സ്ഥാനാർത്ഥികളെ രംഗത്തേക്ക് ഇറക്കിയിരിക്കുന്നത്. ഇനി അവശേഷിക്കുന്നത് എറണാകുളത്തെ 1-2 സീറ്റുകളുടെ കാര്യങ്ങളിലാണ്. അതിൽ പാലക്കാടുമുണ്ട്. ആ സീറ്റുകൾ വളരെ വേഗത്തിൽ തന്നെ ഇടതുമുന്നണിയിൽ പ്രഖ്യാപിക്കാൻ കഴിയും. പക്ഷേ ഘടകകക്ഷികളുടെ കാര്യത്തിലാണ് ഇനി ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരാനുള്ളത്. പ്രത്യേകിച്ചും കേരള കോൺഗ്രസ് എമ്മിൻ്റെ കാര്യത്തിൽ കേരള കോൺഗ്രസ് എം കഴിഞ്ഞ പ്രാവശ്യം 12 ഇടങ്ങളിലാണ് മത്സരിച്ചത്. അതിൽ 5 ഇടങ്ങളിൽ വിജയിക്കുകയും ചെയ്തിരുന്നു. ഇപ്രാവശ്യം ഒരു സീറ്റ് കൂടി അധികം ചോദിച്ചിട്ടുണ്ട്. അത് 13 സീറ്റിൽ മത്സരിക്കണമെന്നൊരു താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിച്ച് വരികയാണ്. മാത്രവുമല്ല, ഈ 12 സീറ്റുകൾ മത്സരിക്കുക എന്ന് പറയുമ്പോൾ മധ്യ കേരളത്തിൽ കേന്ദ്രീകരിച്ചാണ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഒരു മത്സരം വരുന്നത്. ഈ സീറ്റുകളിൽ വിജയം ഉറപ്പാക്കുക എന്നുള്ളൊരു നിർദ്ദേശം കൂടി പാർട്ടി CPIM മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ
സ്ഥാനാർത്ഥികളെ, അതായത് വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ തന്നെ മത്സരിപ്പിക്കുക എന്നുള്ളതാണ് കേരള കോൺഗ്രസ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. അവരുടെ ചെയർമാൻ ജോസ് കെ മാണി എന്തായാലും പാലായിൽ മത്സരിക്കും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെ ചൊല്ലി, അതായത് ജോസ് കെ മാണിയുടെ പേര് മന്ത്രി റോഷി അഗസ്റ്റിൻ പ്രഖ്യാപിച്ചതിനെ ചൊല്ലി ചില തർക്കങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നെങ്കിൽ തന്നെയും അതൊക്കെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. പാലായിൽ ജോസ് കെ മാണി മത്സരിക്കും. ഒരു ഔദ്യോഗിക പ്രഖ്യാപനം വരും ദിവസങ്ങളിലുണ്ടാകും. ഇടുക്കിയിൽ റോഷി അഗസ്റ്റിനായിരിക്കും. അതായത് കഴിഞ്ഞ പ്രാവശ്യം കേരള കോൺഗ്രസ് എമ്മിൻ്റെ മത്സരിച്ച് വിജയിച്ച MLA-മാർ എല്ലാം തന്നെ അവർ ഏതൊക്കെ മണ്ഡലങ്ങളിലാണോ മത്സരിച്ച് വിജയിച്ചത് ആ മണ്ഡലങ്ങളിൽ തന്നെ അവർ ഇത്തവണയും മത്സര രംഗത്ത് ഉണ്ടാകുമെന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ളത് NCP ഉൾപ്പെടെയുള്ള ചില പാർട്ടികളാണ്. അവരുടെയും ചർച്ചകൾ പുരോഗമിച്ച് വരുന്നുണ്ട്. കേരള കോൺഗ്രസ് എസ് തുടങ്ങിയ പാർട്ടികളുടെയൊക്കെ ചർച്ചകൾ 1-2 ദിവസത്തിനുള്ളിൽ തന്നെ അവരുടെ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കും. അങ്ങനെ കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ തന്നെ ഇടത് മുന്നണി അവർ പറഞ്ഞിരുന്നത് പോലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് വളരെ വേഗത്തിൽ ഫീൽഡിൽ എത്തിക്കഴിയും എന്ന് നമുക്ക് പറയാൻ കഴിയും. അതേസമയം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൽ നിലനിൽക്കുന്ന ചില പ്രശ്നങ്ങൾ, ആഭ്യന്തര പ്രശ്നങ്ങളാണ്. അത് ചില കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷേ സിറ്റിംഗ് MLA-മാർ എല്ലാം തന്നെ മത്സരിപ്പിക്കാൻ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. അതിൽ 2 പേരെ ഒഴിവാക്കും. അതായത് പാലക്കാടും ഒപ്പം തന്നെ തൃപ്പൂണിത്തുറയിലും ഈ 2 സ്ഥലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ ഒഴിവാക്കിക്കൊണ്ട് ബാക്കിയുള്ളവരെല്ലാം തന്നെ മത്സര രംഗത്തുണ്ടാകും. അങ്ങനെ വരുന്ന ഒരു 50 ആളുകളുടെ പട്ടിക പൂർത്തിയാക്കും. അതുകൊണ്ട് തന്നെ ആ പട്ടിക പൂർത്തിയായി കഴിഞ്ഞാൽ ഒരു പക്ഷേ നാളെ ആദ്യഘട്ട പട്ടിക എന്ന നിലയ്ക്ക് അവരുടെ പേരുകൾ നാളെ പ്രഖ്യാപിക്കും. ഘടകകക്ഷികളും വരും ദിവസങ്ങളിൽ 1-2 ദിവസങ്ങളിൽ തന്നെ ഘടകകക്ഷികളുടെയും പേരുകൾ പ്രഖ്യാപിക്കപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ നമ്മൾക്ക് ഇപ്പോൾ കിട്ടുന്ന സ്ഥാനാർത്ഥി പട്ടികയുടെ സ്ഥാനാർത്ഥികളുടെ ഒരു നിലവാരം വെച്ചുകൊണ്ട് ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും വാശിയേറിയ മത്സരത്തിനുള്ള സാധ്യതകൾ ഉണ്ടാകുമെന്നുള്ളത് ഏകദേശം ഉറപ്പായിരിക്കുന്നു. കാരണം CPIM-ൻ്റെയും CPI-യുടെയും സ്ഥാനാർത്ഥികൾക്കൊപ്പം ഏകദേശം കോൺഗ്രസ് തീരുമാനിക്കപ്പെട്ട സ്ഥാനാർത്ഥികൾ കൂടി ഈ മണ്ഡലങ്ങളിലേക്ക് വരുമ്പോഴേക്കും മത്സരങ്ങൾ പല മണ്ഡലങ്ങളിലും പ്രവചനാതീതമാകുമെന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. കാരണം പേരാവൂർ പോലുള്ള മണ്ഡലങ്ങളിലൊക്കെ തന്നെ KPCC അധ്യക്ഷൻ മത്സരിക്കുമെന്ന് ഏകദേശം ഉറപ്പാണ്. ആ KPCC അധ്യക്ഷൻ മത്സരിക്കുന്ന മണ്ഡലത്തിൽ നേരത്തെ തന്നെ മട്ടന്നൂരിൽ 60,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ച KK ശൈലജ അവിടെ മത്സരത്തേക്ക് വരുന്നു. അപ്പോൾ പേരാവൂരിൽ മത്സരമൊക്കെ വലിയ തരത്തിൽ ശക്തി പ്രാപിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ വരുന്ന ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും ഇത്തരത്തിൽ ശക്തിയേറി, അതായത് സാധാരണഗതിയിൽ നിന്ന് വ്യത്യസ്തമായി വലിയ തരത്തിലുള്ള ഒരു മത്സരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്ന രീതിയിലാണ് സ്ഥാനാർത്ഥി നിർണ്ണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മത്സരത്തിന് വീറും വാശിയും ഏറും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അതേസമയം BJP-യിലേക്ക് വരുമ്പോൾ BJP അവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം 2 ദിവസത്തിനുള്ളിൽ നടപ്പിലാക്കും. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ എന്നാണ് പറയുന്നത്. കാരണം BJP-യുടെ അല്ലെങ്കിൽ NDA ഘടകകക്ഷിയിൽ ഇതുവരെയും സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് കടന്നിട്ടില്ല. അതായത് BDJS-ഉം BJP-യുമായുള്ളൊരു ചർച്ച പൂർണ്ണതോതിൽ എത്തിയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം സീറ്റ് തങ്ങളിലൊരു ചർച്ച എത്തിയിട്ടില്ല. അത് മാത്രമല്ല 2020 പുതിയതായിട്ട് ഇപ്പോൾ NDA-യിലേക്ക് വന്നിരിക്കുന്നു. അവർക്ക് സീറ്റുകൾ നൽകുന്ന കാര്യത്തിൽ ചില പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ 1 ദിവസം വേണ്ടിവരും എന്നാണ് പറയുന്നതെങ്കിലും ഇന്ന് രാത്രിയും നാളെയുമായി തിരക്കിട്ട ചർച്ചകളിലൂടെ ആ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയുമെന്ന് BJP നേതാക്കളും പറയുന്നുണ്ട്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നം വെച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട സീറ്റുകളിൽ ഒന്ന് നിയമമാണ്. നിയമത്ത് മത്സരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖറാണ്. ഈ കേരളത്തിൽ ഏറ്റവും വലിയ ത്രികോണ മത്സരം നടക്കാൻ പോകുന്ന മണ്ഡലങ്ങളിൽ ഒന്നും നിയമം തന്നെയായിരിക്കും. കാരണം അവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി കൂടി എത്തിക്കഴിഞ്ഞാൽ LDF-ൻ്റെയും UDF-ൻ്റെയും NDA-യുടെയും സ്ഥാനാർത്ഥികൾ ശക്തന്മാരായിരിക്കും എന്നുള്ള ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ വളരെ വലിയ തരത്തിലൊരു മത്സരം നേമത്ത് നടക്കും. രണ്ടാമത്തേത് തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ മത്സരം നടക്കാൻ പോകുന്ന മണ്ഡലങ്ങളിൽ മറ്റൊന്ന് വട്ടിയൂർക്കാവാണ്. വട്ടിയൂർക്കാവിലേക്ക് വരുമ്പോഴേക്കും അവിടെ സിറ്റിംഗ് MLA VK പ്രശാന്താണ്. പ്രശാന്തിന് എതിരായി അവിടെ UDF-ൻ്റെ സ്ഥാനാർത്ഥിയായി എത്തുന്നത് K മുരളീധരനാണ്. ഇതുകൂടാതെ മുൻ DGP ശ്രീലേഖ IPS കൂടി വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴേക്കും ഈ 3 പേരും വളരെ ശക്തരായ സ്ഥാനാർത്ഥികൾ. കഴക്കൂട്ടത്തേക്ക് വരുമ്പോഴും മത്സരത്തിൻ്റെ ഗതി മാറുന്നു. അവിടെ മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ മത്സരിക്കുന്നു. ഒപ്പം എതിരായിട്ട് വരുന്നത് കടകംപള്ളി സുരേന്ദ്രനാണ്. അങ്ങനെ തിരുവനന്തപുരം ജില്ലയിൽ വലിയ തരത്തിലുള്ള ത്രികോണ മത്സരങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നാണ് നമുക്ക് ഈ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റു ജില്ലകളിലേക്ക് കൊല്ലത്തും അതുപോലെ തന്നെ വലിയ തരത്തിലുള്ള മത്സരങ്ങളുണ്ടാകും. പക്ഷേ കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലും കാസർഗോഡും ഈ 3 ജില്ലകളാണ് ഇപ്പോൾ BJP ലക്ഷ്യം വെച്ചിരിക്കുന്നത്. കുറഞ്ഞത് 3 മുതൽ 5 സീറ്റുകൾ വരെ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ BJP-യും പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും അങ്ങനെ 3 മുന്നണികളും സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് ഒരു പടി കൂടി മുന്നിൽ ഇടതുമുന്നണി എത്തിയെങ്കിൽ തന്നെയും വരും ദിവസങ്ങളിൽ UDF-ഉം ഒപ്പം തന്നെ NDA മുന്നണിയും അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നുള്ളത് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. MS ഡി ബിനോയ്, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരികയും ഈ വോട്ടെടുപ്പ് തീയതി പ്രഖ്യാപിക്കുകയും ചെയ്തതിൻ്റെ തൊട്ട് പിറകെ തന്നെ CPIM-ഉം CPI-യും അവരുടെ സ്ഥാനാർത്ഥികളെ
പ്രഖ്യാപിച്ചതോട് കൂടിയിട്ട് ആ സ്ഥാനാർത്ഥികൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തേക്ക് തന്നെ ഇറങ്ങിത്തിരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും 48 മണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമെന്ന് സൂചിപ്പിച്ച പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ്റെ മേലെ ഒരു സമ്മർദ്ദം പോലും വന്നിരിക്കുന്നുവെന്ന് പറയേണ്ടി വരും ഇപ്പോൾ. കാരണം മറ്റ് മുന്നണികളെപ്പോലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അവർക്ക് സ്വസ്ഥമായിട്ടിരുന്ന് ഇനി ബാക്കിയുള്ളവരെ കൂടി ഒരു ധാരണയാക്കുക എന്നുള്ള പ്രക്രിയയിലേക്ക് സമയമെടുക്കുകയും ചെയ്യും. ഇന്ന് തന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് 9-ാം തീയതി പ്രഖ്യാപിക്കുമെന്ന് കരുതിയിരുന്നില്ല, ഒരു 18-ാം തീയതിയൊക്കെ പ്രഖ്യാപിക്കുമെന്നാണ് കരുതിയിരുന്നത്. അപ്പോൾ അത്രയും ദിവസം ഉണ്ടായിരുന്നു. അതിനിടയിൽ തർക്ക സ്ഥലങ്ങളിൽ പരിഹാരങ്ങൾ ഉണ്ടാക്കാമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. ഇനിയിപ്പോൾ ഇന്നത്തെ രാത്രി അടക്കം ഇനിയുള്ള ദിവസങ്ങൾ ഉറക്കമില്ലാത്ത രാത്രികളാക്കി മാറ്റേണ്ടി വരും അവരെ സംബന്ധിച്ചിട്ട്, അല്ലേ? തീർച്ചയായും ഇനിയിപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തല്ലുകൂടി പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സമയങ്ങളില്ല. സ്ഥാനാർത്ഥിയെ നിർണ്ണയിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു അവസരം മാത്രമാണ് അവർക്കുള്ളത് എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം പ്രത്യേകിച്ചും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സമയത്ത് വലിയ തരത്തിലുള്ള ഒരു അത്ഭുതം സൃഷ്ടിച്ചു എന്നാണ് UDF അന്ന് പറഞ്ഞത്. കാരണം സ്ഥാനാർത്ഥി പ്രഖ്യാപനം LDFനേക്കാൾ വളരെ വേഗത്തിൽ നടത്താൻ കഴിഞ്ഞു, അതൊരു നേട്ടമായി കഴിഞ്ഞിരുന്നു എന്നൊക്കെ തന്നെ അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു. മാത്രവുമല്ല, ഫെബ്രുവരി അവസാന വാരത്തോടു കൂടി തന്നെ UDFൻ്റെ പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ മത്സരരംഗത്ത് എത്തപ്പെടും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത് ഓരോരോ കാര്യങ്ങളായിട്ട് അത് മാറി പോകുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. പിന്നീട് അത് മാർച്ച് ആദ്യവാരം, അതിനിടയിൽ പറഞ്ഞത് പ്രതിപക്ഷ നേതാവിൻ്റെ പുതുയുഗ യാത്ര നടക്കുന്ന ഒരു സാഹചര്യം, പുതുയുഗ യാത്ര നടക്കുന്നത് കൊണ്ട് തന്നെ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് പാർട്ടിക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല, ഘടകകക്ഷികൾക്ക് ചർച്ചകൾക്കുള്ള സമയം കിട്ടിയിട്ടില്ല, അതുകൊണ്ട് തന്നെ കുറച്ച് സമയം വേണ്ടിവരും എന്ന് പറഞ്ഞു. ഇതിനിടയിലാണ് MP-മാർ മത്സരിക്കണമോ അല്ലെങ്കിൽ അവർ മാറ്റി നിർത്തണമോ എന്നുള്ള കാര്യത്തിൽ വലിയ തരത്തിലുള്ളൊരു വിവാദത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും K. സുധാകരനെ പോലുള്ള, കാരണം 10 പ്രാവശ്യം മത്സരിച്ചിട്ടുണ്ട് പാർലമെൻറ്റിലും നിയമസഭയിലുമായിട്ടും, അതിനുപരിയായി KPCC അധ്യക്ഷനായിരുന്നു. അത്തരത്തിലുള്ള ഒരു നേതാവ്, ഒരു മുതിർന്ന നേതാവ് K. സുധാകരൻ ഉൾപ്പെടെ MP ആണ്, അദ്ദേഹം ഉൾപ്പെടെയുള്ള MP-മാർ മത്സരിക്കണമെന്നൊരു താല്പര്യം പ്രകടിപ്പിച്ച് മുന്നോട്ടെത്തുകയും ഡൽഹിയിൽ നിന്ന് അദ്ദേഹം തിരിച്ച് കേരളത്തിൽ വന്ന് കണ്ണൂരിലെ വീട്ടിൽ ചർച്ചകളിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുകയൊക്കെ ചെയ്തത് കോൺഗ്രസിന് ചെറിയ തരത്തിലല്ല ബുദ്ധിമുട്ടുണ്ടാക്കിയത്. അവരുടെ ചർച്ചകൾ പലപ്പോഴും വഴിമുട്ടിപ്പോകാൻ അത് ഇടയാക്കുകയും ചെയ്തു. ഇനി K. സുധാകരൻ മാത്രമല്ല, UDF കൺവീനർ അടൂർ പ്രകാശിന് കോന്നിയിൽ മത്സരിക്കണമെന്നൊരു താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. ആ താല്പര്യത്തിലൂടെ തന്നെ അദ്ദേഹം മുന്നോട്ട് വരികയും അദ്ദേഹം കോന്നി സീറ്റ് കിട്ടുന്നതിന് വേണ്ടി ചില തരത്തിലുള്ള ചർച്ചകൾ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനെല്ലാം ഉപരിയായി കോൺഗ്രസിനെ വലിയ തരത്തിൽ ബുദ്ധിമുട്ടിക്കുന്നത് K. സുധാകരനും ഒപ്പം തന്നെ മറ്റ് ചില നേതാക്കന്മാർക്കും വേണ്ടിയുള്ള ഗ്രൂപ്പുകൾ തലപൊക്കി എന്നുള്ളതാണ്. സാധാരണഗതിയിൽ കോൺഗ്രസിൽ വളരെ നേരത്തെ ഗ്രൂപ്പിൻ്റെ തലപൊക്കൽ ഉണ്ടാകുന്നതാണ്. പക്ഷേ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ വലിയ തരത്തിൽ ഗ്രൂപ്പുകൾ ഉയർന്നു വരികയോ അല്ലെങ്കിൽ ഗ്രൂപ്പ് സമവാക്യങ്ങളോ ഒന്നും തന്നെ ചർച്ച ചെയ്യപ്പെട്ടില്ല. പക്ഷേ ആ വിജയം ഇവർക്ക് നൽകിയ ഒരു വലിയ ആവേശത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഈ ഗ്രൂപ്പുകൾ ഓരോന്നോരോന്ന് തലപൊക്കി ഉയർന്നു വന്നിട്ടുണ്ട്. ആ ഗ്രൂപ്പുകളുടെ പേരിൽ ചില അവകാശവാദങ്ങൾ ഉന്നയിക്കുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് K. സുധാകരനായാലും ഈ അടൂർ പ്രകാശ് ആയാലും ഒക്കെ തന്നെ മത്സരിക്കണം എന്ന ഒരു ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുന്നത്. പക്ഷേ ആ ആവശ്യങ്ങൾ എത്ര കണ്ട് കോൺഗ്രസ് പരിഗണിക്കുമെന്നുള്ളത് കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. കാരണം KPCC ഒന്നടങ്കം പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ MP-മാർ മത്സരിക്കേണ്ട എന്നുള്ളതാണ്. നേരത്തെ ഹൈക്കമാൻഡും ആ തീരുമാനത്തിൽ എത്തിച്ചേർന്നിരുന്നത്. പ്രത്യേകിച്ചും ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഹൈക്കമാൻഡ് പറയുന്നത് ഒരു പാർലമെൻറ്റ് സീറ്റിൽ മത്സരിച്ച ആൾ പിന്നീട് നിയമസഭയിലേക്ക് മത്സരിക്കാൻ പോയി ഏതെങ്കിലും കാരണവശാൽ നിയമസഭയിൽ വിജയിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ പാർലമെൻറ്റ് മണ്ഡലത്തിലേക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിച്ചാൽ വിജയിക്കാനുള്ള സാധ്യത കുറവാണ്, വിരളമാണ്. ഒപ്പം ആളുകളോട് നിരവധി തരത്തിലുള്ള മറുപടികൾ പറയേണ്ടി വരുന്നൊരു സാഹചര്യം വരും. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ ഒരു നിലപാടനുസരിച്ച് പാർലമെൻറ്റ് സീറ്റിൽ മത്സരിച്ച് വിജയിച്ചയാൾ തൽക്കാലത്ത് MP ആയി തുടർന്നാൽ മതി എന്നൊരു തീരുമാനം അവർ നേരത്തെ തന്നെ കൈക്കൊണ്ടിരുന്നു. പക്ഷേ K. സുധാകരനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, കണ്ണൂർ അദ്ദേഹത്തിൻ്റെ ജീവനാണ്, അദ്ദേഹത്തിൻ്റെ എല്ലാമായ കണ്ണൂരിൽ ഒരിക്കൽ കൂടി മത്സരിക്കണം, അത് നിയമസഭയിലേക്ക് മത്സരിക്കണം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ആദ്യം ആവേശം കൊണ്ടെങ്കിൽ തന്നെയും പാർട്ടിക്കകത്തെ പ്രത്യേകിച്ചും കണ്ണൂരിലെ കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾക്ക് നല്ലവണ്ണം അറിയാം നിലവിലെ സാഹചര്യം കൃത്യമായി മുതലെടുത്ത് ഗ്രൂപ്പിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ ഈ സാഹചര്യം മുതലെടുക്കാനാവില്ല, അത് കോൺഗ്രസിന് പരാജയമുണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെയാണ് ഓരോ ദിവസം കഴിയുന്തോറും K. സുധാകരനെ അനുകൂലിച്ച് ഒപ്പമുണ്ടായിരുന്ന ആളുകളുടെ എണ്ണം കുറയുകയും ഒപ്പം ആ ഗ്രൂപ്പിൻ്റെ ശക്തി കുറയുകയും ചെയ്തെങ്കിൽ തന്നെയും കടുത്ത അനുകൂലികൾ മാത്രമാണ് K. സുധാകരനൊപ്പമുള്ളത്. അതുകൊണ്ടാണ് കഴിഞ്ഞ 1-2 ദിവസമായിട്ട് K. സുധാകരൻ അദ്ദേഹത്തിൻ്റെ അവകാശവാദങ്ങളൊക്കെ ഒന്ന് മയപ്പെടുത്തിയിട്ടുണ്ട്. ഇത് തന്നെയാണ് കോന്നിയിലെ അടൂർ പ്രകാശിൻ്റെ കാര്യത്തിലും. മാത്രമല്ല മറ്റൊരു പ്രശ്നം, ഈ മണ്ഡലങ്ങളിലേക്ക് മത്സരിക്കാനെത്തുന്ന സ്ഥാനാർത്ഥികൾ പലരും മറ്റ് ജില്ലകളിൽ നിന്നുള്ളവരാണ്. അതാണ് കോൺഗ്രസിനെ ഏറ്റവും കൂടുതൽ തലവേദനയായി മാറിയിരിക്കുന്നത്. പ്രത്യേകിച്ചും അടൂരിലായാലും
ആറന്മുളയിലായാലും ഒക്കെ തന്നെ പുറത്തുനിന്നുള്ള സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നതിന് അവിടുത്തെ തന്നെ പ്രാദേശികവാദം ഉയരുകയും അതിൻ്റെ ഫലമായിട്ട് പലതരത്തിലുള്ള പോസ്റ്ററുകൾ പതിക്കുകയും പ്രാദേശികവാദം ഉന്നയിച്ചുകൊണ്ട് മണ്ഡലം കമ്മിറ്റികൾ വലിയ തരത്തിലുള്ള പരാതികൾ ഉയർത്തുകയൊക്കെ ചെയ്തു. അത് KPCCയുടെ മുന്നിലേക്ക് എത്തുകയും ചെയ്തു. പക്ഷേ ഇവിടെയൊക്കെ KPCCയുടെ നേതാക്കന്മാർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. വിജയമാണ് മുന്നിലുള്ളത്, വിജയിക്കുന്ന സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കും, അതിനപ്പുറത്തേക്ക് പ്രാദേശികവാദത്തിന് കാര്യമൊന്നുമില്ല എന്ന്. പക്ഷേ പ്രാദേശികവാദത്തിന് കാര്യമുണ്ട് എന്ന് ചില നേതാക്കന്മാർക്ക് അറിയാം. ഏതെങ്കിലും കാരണവശാൽ ഇത്തരത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ പുറത്തുനിന്ന് മത്സരിപ്പിച്ചാൽ കോൺഗ്രസിൽ സാധാരണഗതിയിൽ ഉണ്ടാകാറുള്ള ചില പാലം വലിക്കലൊക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യതയോടുകൂടി വളരെ ഉത്തരവാദിത്തോടു കൂടി ആണ് ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി KPCC മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഒരു പക്ഷേ 1-2 ദിവസം വൈകുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. എന്തായാലും നാളെയോടുകൂടി തന്നെ അവരുടെ ചർച്ചകൾ അവസാന ഘട്ടത്തിൽ എത്തിച്ചേരും. ആദ്യത്തെ 50 പേരുടെ പട്ടിക നാളെ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. MS ഡി ബിനോ, ഈ ഏപ്രിൽ 9 വോട്ടെടുപ്പ് നടക്കുക എന്ന് പറഞ്ഞാൽ അതിലെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് പാർട്ടികൾക്ക് മുന്നിൽ വെറും 25 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ഇത് കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ മുന്നണികളെ സംബന്ധിച്ചിട്ട് വലിയൊരു വെല്ലുവിളിയായിട്ട് വരികയും ചെയ്തിട്ടുണ്ട്. അത് പ്രകടിപ്പിക്കുന്നില്ല എങ്കിൽ പോലും പ്രകടിപ്പിച്ചിട്ടുള്ളത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. നമ്മൾ തൊട്ട് മുമ്പ് സൂചിപ്പിച്ചതുപോലെ 9-ാം തീയതിക്ക് പകരം ഒരു 18-ാം തീയതിയൊക്കെയാണ് ഈ ഒരു വോട്ടെടുപ്പ് തീയതി ഉണ്ടാവുക എന്ന് ആണ് വിചാരിച്ചിരുന്നത് എന്ന് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട സമ്മർദ്ദം തന്നെയായിരിക്കും ഏപ്രിൽ 9 പെട്ടെന്ന് തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ മുന്നണികൾക്കുണ്ടാവാൻ സാധ്യത. പ്രത്യേകിച്ചും ഇപ്പോൾ ഡി ബിനോ സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിട്ടെങ്കിലും അതിൻ്റെ ഒപ്പം തന്നെ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സാധാരണയായിട്ട് ഈ ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന ചർച്ചകൾക്കും ഗ്രൂപ്പ് വഴക്കുകൾക്കും ഒക്കെ ഇത്തവണ സമയമില്ല. ഇനി ആ ഗ്രൂപ്പ് വഴക്കുകളുമായിട്ടിരുന്നാൽ നിങ്ങളുടെ ചർച്ച അനന്തമായിട്ട് നീണ്ടുപോവുകയും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള ഡെഡ് ലൈൻ കഴിഞ്ഞു പോവുകയും ചെയ്യുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ മാർച്ച് 18-ാം തീയതി വിജ്ഞാപനം വരുന്നതോടു കൂടിയിട്ട് പത്രികാ സമർപ്പണം തുടങ്ങേണ്ടി വരും സ്വാഭാവികമായിട്ടും. അത് 3 ദിവസത്തിനുള്ളിൽ ആ ഒരു സ്ഥാനാർത്ഥി പട്ടിക അന്തിമമാക്കേണ്ടിയും വരും. സീറ്റ് വിഭജനത്തിൽ തർക്കമുള്ള മുന്നണികളെ സംബന്ധിച്ചിട്ട് വിട്ടുവീഴ്ചകൾക്കൊക്കെ തയ്യാറാകേണ്ടി വരികയും ചെയ്യും സ്വാഭാവികമായിട്ടും. അല്ലെങ്കിൽ